Alien versus Alien. Alien versus Alien. ഒരു സാധനം ഇവിടെ വെച്ചെടുത്ത് കാണാനില്ല തീരില്ല ഒരു ഇതുമില്ല എന്നുള്ളതാണ്. നോക്ക് അതിനിടയ്ക്കിതാ വാങ്ങിച്ചിട്ട് ഒരാഴ്ചയല്ലേ തീർന്ന് ഇതിലൊന്നുമില്ല. തക്കളിയിടാം. വെളിയിലാരും കേൾക്കണ്ട. ഫ്രൂട്ടല്ല ബ്രൂട്ട് ബ്രൂട്ട്. എനിക്ക് ഇത് മണം ഇഷ്ടം. ഇതിന് തക്കളി കൊടുക്കരുത്. എന്നെ മാറ്റി വെച്ചാൽ കുളി കഴിഞ്ഞാ ഞാൻ ഇറങ്ങാൻ പോണ്. എനിക്കുള്ള പുട്ട് നിന്നുള്ള സമയമില്ല തങ്കം. അതിനുള്ള സമയമില്ല. ആ കമ്പനി എടുത്താണ്. സ്കൂൾ അടച്ച ഇതാ നിങ്ങളെയും കൊണ്ട് തലവേദന എന്റെ പൊന്നു. പുറത്തേക്ക് കളിച്ചേ തക്കളി. വെളി പോ. എടി ഞാൻ ഇറങ്ങണ്. എന്നും 100 കാര്യങ്ങളാ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്ന് ഭയങ്കര തിരക്കാണ്. പ്രസിഡന്റ് വിളിച്ചിട്ടുണ്ട്. അയാൾക്ക് അതിനിടയ്ക്ക് ഇന്ന് ഞാൻ വേറെ ഒരുപാട് പരിപാടി വെച്ചിരുന്നതാണ്. MLA കാണണം. പ്രസിഡന്റ് അതിനിടയ്ക്ക് അയാൾക്ക് ഒരു അത്യാവശ്യം മീറ്റിംഗ്. പിന്നെ ഒരു മരം നോക്കിയിട്ട് അൻസാർ ഞാനും കൂടെ അത് നോക്കാൻ പോകണം. അത് നാളെ ലേലമാണ്. പിന്നെ അല്ലാണ്ട് അത് കഴിഞ്ഞ് വൈകിട്ടൊരു ചെറിയ മീറ്റിംഗ് തിരക്കോ. സാധനങ്ങൾക്ക് നീ ഇറങ്ങിപ്പോയി വാങ്ങ്. പലചരക്ക് സാധനം നീ ഇന്ന് ഒരു രക്ഷയില്ല തങ്കം. ഞാൻ ഇറങ്ങട്ടെ. നീയേ തങ്കം നീ ജമന്തിയായിട്ട് കൂട്ടി പോ. അല്ലെങ്കിൽ അവിടെ തക്കളിയും കൂട്ടിട്ട് പോയി വാങ്ങിട്ടാ. ഒരു ഓട്ടോറിക്ഷ പോ, അല്ലെങ്കിൽ ടാക്സി വിളിച്ച് പോയിട്ട് വാ. ഞാൻ ഇതിനിടയ്ക്ക് ആരും എന്നെ നേരത്തെ വിളിക്കാമെന്ന് പറഞ്ഞു. ഒരു കാര്യം മറന്നു. എല്ലാ ദിവസവും ഇത് ഓർമ്മിപ്പിക്കണോ ക്ലീറ്റോ? കെട്ടിക്കൊണ്ട് പോയിക്കേ. നമ്മളീ പറയില്ലേ ഓരോന്നിങ്ങനെ ശീലമാക്കുമ്പോ പിന്നെ അതൊക്കെ കയ്യിൽ കിടക്കുന്ന ഒരു സമയാ. കഴിക്കണില്ലല്ലോ. ഇല്ല ഞാൻ പറ്റുമെങ്കിൽ ഉച്ചയ്ക്ക് വരാൻ നോക്കാം. സമയം കിട്ടുമെങ്കിൽ. ഓക്കെ പിള്ളേരെ വെയിലുള്ളല്ലേ അവിടെ അങ്ങനെ തളർത്തു എന്ന് കളിക്കും. നമുക്ക് യുദ്ധം കളിച്ചാലോ? ഞാൻ രാജാവ്, ഞാൻ തക്ലി രാജാവ്, നീ നല്ലു രാജാവ്. കമോ യുദ്ധത്തിൽ ഞാൻ ജയിച്ചു. തക്ലി രാജാവ് ജയിച്ചു. ഞാൻ അടുത്ത് കിട്ടാം. അമ്പണ്ട് പടിയോടൊന്നും കളിക്കല്ലേ. കണ്ണിന് കാലിന് കൊണ്ട് അതൊക്കെ അവിടെ ഇട്ടാ. ഇത് വാളാ. ഇത് വാള് അവിടെ വെക്കാണ്. നമ്മളെ വാള് കേട്ടാ. ഇനി അതൊന്നും വേണ്ട. പുതിയ സാധനം കളിക്കാം കേട്ടാ. ടയറ്. നിങ്ങൾക്ക് അതൊന്നും അറിയില്ല. ഇതുകൊണ്ട് എന്തൊക്കെ കളി അറിയോ? പണ്ട് അപ്പൂപ്പൻ കടയിലേക്കൊക്കെ സാധനം മേടിക്കാൻ പോയിരുന്നു ഈ വണ്ടി ഓടിച്ചിട്ടാ. അതെങ്ങനെ ഇതിന് വണ്ടി ഓടിക്കാൻ അറിയില്ല? ഇതിൽ എന്തൊക്കെ കളി കളിക്കാറിയോ? ആദ്യം ഇതിൽ മണ്ണൊക്കെ കളഞ്ഞിട്ട് അപ്പൂപ്പൻ പറഞ്ഞുതരാം. അതാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയില്ല. അപ്പൂപ്പൻ കാണിച്ചു തരാട്ടാ. ഇതുകൊണ്ട് എന്തൊക്കെ കളി ഉണ്ട് എന്ന് അറിയാം. അപ്പൂപ്പൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ തൊടിന്ന് ആ രാജസാറിന്റെ മക്കള് സൈക്കിളിട്ട് ടയർ മാറ്റിയപ്പോ നമ്മുടെ തൊടിയിലേക്ക് ഇട്ടതാവും. അതുകൊണ്ട് ഒരുപാട് കളിയുണ്ട്. ആദ്യം നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കാട്ടാ. അപ്പൂപ്പൻ ചെറുപ്പത്തിലെ കടയിൽ നിന്ന് പഞ്ചസാരയൊക്കെ മേടിക്കാൻ വിട്ടാൽ ഇതുകൊണ്ടാണ് പോവുക. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നീ ആദ്യം പോയിട്ടേ ഒരു തുണി എടുത്തിട്ട് തുടയ്ക്കാൻ. വേഗം കൊണ്ടാ.
വൃത്തിയായില്ലേ? കളി പറ. ഇനി അപ്പൂപ്പൻ ഈ വണ്ടി ഓടിച്ച് കാണിച്ചു തരാവേ. സ്റ്റെയറിംഗ് എടുത്തിട്ട് വാ. സ്റ്റെയറിംഗ്. ആ, ഈ വണ്ടി ഓടിക്കാൻ ഒരു സ്റ്റെയറിംഗ് വേണം. ഒരു ഇത്ര പോകുന്നൊരു കമ്പ് എടുത്തിട്ട് വാ. ഇത്ര പോകുന്നത് കേട്ടാ. വേഗം കൊണ്ടുവാ. അപ്പം കാണിച്ചു തരാം. നോക്കട്ടെ എവിടെയെങ്കിലും ഉണ്ടോ. ആ, കിട്ടി. അത് മതി, അത് മതി. ഇത് മതിയോ? അത് മതി. ഇനി നീളം വേണോ? അത് മതി, അത് മതി. ഇതുകൊണ്ട് എങ്ങനെ ഇത്? ഇനി അപ്പൂപ്പനോട് വീട്ടിൽ നിന്നൊക്കെ പഞ്ചസാര മേടിച്ചിട്ട് വരാൻ പറഞ്ഞ മാർക്കറ്റിൽ പോകുമ്പോ അപ്പൂപ്പ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. മാറിക്കോ, മാറിക്കോ, മാറിക്കോ. വണ്ടി പോണേ. അത് കൊള്ളാമില്ല. ഇങ്ങനെയാണ് വണ്ടി. നോക്കട്ടെ. ഇതുകൊണ്ട് വേറെ കളിയുണ്ട്. നീ അവിടെ ഇങ്ങനെ നിക്ക, എന്നിട്ട് നമ്മൾ പന്തയം വെക്കാം. ആ, തക്കളി മോള് ഇവിടുന്ന് അത്ര മതി, അത്ര മതി. മേലെ കൊള്ളും. ഇവിടുന്ന് അവളുടെ മേലെ തട്ടാണ്ട് ഇങ്ങനെ അപ്പൊ ഒരു പോയിന്റ്. ആ, പിന്നെ അതേമാതിരി ഇടണം. ഇതൊക്കെ തണലത്ത് നിന്ന് കളിക്കാൻ പറ്റിയ കളിയാട്ടാ. പിന്നെ ഇതുകൊണ്ട് വേറൊരു കളിയുണ്ട്. ഞാൻ ചെറുപ്പത്തിലൊക്കെ കാണിച്ചിരുന്നു. ഇപ്പൊ അപ്പൂപ്പന്റെ ഇടുപ്പ് വളയോന്ന് അറിയില്ല. ഇതില് ഈ ഡാൻസ് ഒക്കെ കളിക്കുമ്പോ കണ്ടില്ല, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് എത്ര റൗണ്ട് തിരിയുന്നു നോക്കണം. അത് കളിച്ചു പഠിക്കാൻ പറ്റുമല്ലോ. അതിങ്ങോട്ട് താഴത്തേക്ക് ഇടാൻ പാടില്ല. ഇത് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ തല്ലുകൂടാണ്ട് ഇവിടെ തണലത്തിരുന്ന് കളിക്കണം കേട്ടാ. ആദ്യം വണ്ടി ഓടിച്ച് കളിച്ചോളൂ, ഓടിച്ച് കളിച്ചോളൂ, ഓടിച്ച് കളിച്ചോളൂ. ഇതുകൊണ്ട് തട്ടി ഇങ്ങനെ ഓടിച്ചു പോയിക്കാം. കളിച്ചോളൂ കേട്ടാ. അല്ല, നീ ഇപ്പൊ കളിച്ച ഇളയിന് എന്റെ വീടാണേ. നല്ലു താന്നല്ലോ ഇപ്പൊ. നീയല്ലേ ഇപ്പൊ കളിച്ച? ഞാൻ കളിച്ചില്ലടി. ഈ രണ്ടോട്ടം നീയാണോ കളിച്ച? നല്ലു എനിക്കും കൂടെ ഉള്ളതല്ലേ. എന്തുവാ നല്ലു? ഞാൻ ചേച്ചി കളിച്ചിട്ട് തരാം. എന്തുവാ നല്ലു ചേച്ചി? ഇത് നമുക്ക് രണ്ടുപേർക്കും കൂടെ അല്ലേ ഇപ്പൊ തന്നെ. ഇപ്പൊ കളിച്ചിട്ട് തരാന്ന്. നിങ്ങക്കെന്താ സ്നേഹത്തെ കളിച്ചുകൂടെ രണ്ടുപേർക്കും കൂടെ? മാമികള് കള്ളം പറഞ്ഞു. നമ്മള് കളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ കുറച്ചു നേരം എനിക്ക് തരണില്ല. രണ്ടുപേർക്കും കൂടെ കളിക്കാനല്ലേ ഇതുണ്ടാക്കി തന്നത്? അമ്മാവനെ ആർക്ക് രണ്ടുപേർക്കും കൂടെ കളിക്കാൻ? രണ്ടുപേരും കൂടെ സ്നേഹത്തെ കളിക്കണം. അതാണ്. അപ്പൊ ഞാൻ കളിച്ചിട്ട് തരാന്ന് പറഞ്ഞപ്പോ ഇവള് തരണില്ല. അവള് കുഞ്ഞല്ലേ, അവൾ ഇച്ചിരി നേരം കളിക്കട്ടെ. അയ്യോ മാമി, ഇത്രയും നേരം അവള് കളിച്ചു. ഒന്നുകൂടെ കളിച്ചിട്ട് തരും. ഒന്നുകൂടെ കളിച്ചിട്ട് ചേച്ചിക്ക് കൊടുക്കണം കേട്ടാ. ഇടി കൂടരുത് കേട്ടോ രണ്ടുപേരും. അല്ല അമ്മ, അവള് തരണില്ല. തരും അവള്. ഇത്താ ചേച്ചി കളിച്ചിട്ട്. ഇല്ല നല്ലതാണ് എനിക്ക്. എന്തുവാ തക്കളി? എന്തുവാ പെണ്ണെ വേഷം കിട്ടുന്നത്? നല്ലൊരു തല്ലൂട്. നല്ലൊരു തല്ലുപിടിച്ചെങ്കിൽ സാരമില്ല. അപ്പൊ അതിന് കരണി എന്തിനാ? അതല്ല. എന്തിനാ തല്ലുപിടിച്ചത്? അപ്പൊ എനിക്ക് അവർക്കും കൂടെ കളിക്കാൻ വേണ്ടി ഒരു ടയർ ഉണ്ടോന്ന്. ഇപ്പൊ അവള് എനിക്ക് തരണില്ലമ്മ. ടയർ കൊണ്ട് എന്ത് കളിക്കാൻ? ഉരുട്ടി കളിക്കാൻ. തക്കിളി, നിനക്ക് വയസ്സ് എന്തോരം ഐഡി കൊച്ചെ. അത് അവള് കളിക്കട്ടെ, അവള് ചെറുതല്ലേ. അവളെടുത്തോ? അവളെടുത്തോട്ടെ, എനിക്ക് കളിക്കാൻ തരണ്ടേ? എന്റെ കുഞ്ഞ്, അവള് ചെറുതല്ലേ. നിനക്ക് എന്തിനിപ്പ അത്? ഞാനും ചെറുതല്ലേ.
ഒരു കാര്യം ചെയ്യാം, അവൾ ഉറങ്ങി കഴിയുമ്പോ അമ്മ പോയി എടുത്തു തരാം. ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് പണിയുണ്ട്. എനിക്ക് ടയർ ഇപ്പൊ ഞാൻ എവിടെ നിന്ന് എടുത്തു തരാൻ? എന്റെ കയ്യിൽ ടയർ ഇരിക്കുവാണോ? അപ്പൊ അപ്പൂപ്പ വാങ്ങിച്ചതാ. പിന്നെ അപ്പൂപ്പ വാങ്ങിച്ച് അപ്പൂപ്പനോട് ചോദിക്കണത് അവിടെ ചായപ്പിലൊരു ടയറായിട്ട് കിടപ്പുണ്ട്, അത് പോയി. അത് ചെറിയ ടയറുമ്പോ നല്ലോണം വലിയ ടയറാണ്. എന്റെ ദൈവം, ഈ കൊച്ചിന് ഞാൻ തക്കിളി, നിനക്ക് നാണാവണില്ലേ ടയറിന് വേണ്ടിട്ട് കരയാനായിട്ട്? ഞാൻ ഇതുവരെ ടയർ കളിച്ചിട്ടൊന്നുമില്ല. സ്കൂൾ അടയ്ക്കണത് അല്ലെങ്കിൽ ദുരിത. എനിക്ക് വാങ്ങിച്ചോ അമ്മ? ഒരു കാര്യം, ഡാഡിനെ വിളിച്ചു പറ. ചെല്ല്. ഡാഡി വാങ്ങിച്ചു തരൂല, അമ്മ വാങ്ങിച്ചെന്നാ. ചെല്ല്, ഡാഡിനെ വിളിച്ചു പറയുമ്പോ ഡാഡി കൊണ്ടുതരും. എനിക്ക് അമ്മ പറയോ? എനിക്കാണോ ടയർ വേണ്ടത്? പോയി വിളിച്ചു പറയടി വേണമെങ്കിൽ. ഞാൻ ഇനി 10 വെച്ച് ഞാൻ അടിക്കും. ഞാൻ ചെല്ല്, ടയർ വേണമെങ്കിൽ വിളിച്ചു പറ, ടയർ കൊണ്ടുതരാൻ. അമ്മയോട് ചോദിക്കണെങ്കിൽ അമ്മയും പറയണേ, വാങ്ങിച്ചു കൊടുക്ക. വരാവേ. ബംഗാള പോലെ വളർന്ന് ഇവക്ക് എന്തായിരിക്കും ബുദ്ധി ഇല്ലാത്തത്? തങ്കം, എന്ത് തങ്കം? ഹലോ തങ്കം പറ. തങ്കല്ല ഡാഡി, ഞാൻ തക്കളി, എന്താ കാര്യം? എന്താടി? അതെ, എനിക്കൊരു ടയർ വേണം. എന്തോന്ന്? ടയർ ടയറാ? ഓ തക്കളി, നീ വെച്ച. ഡാഡി ഇപ്പൊ തിരക്കിൽ നിക്കാം, പിന്നെ വിളിക്കാം. ഡാഡി അങ്ങോട്ട് വിളിക്കാം, ഫോൺ വെക്ക്. ഒരു മിനിറ്റ്, ടയർ വാങ്ങോ? ഹലോ ഡാഡി. വിയർത്ത് കുളിച്ചിരിക്കുവാണ്. എന്തൊരു കളിയായത്? ഭക്ഷണം പോലും കഴിക്കണ്ട, ഇനി പാല് കുടിച്ചിട്ട് പോയാ മതി. ഇപ്പൊ എന്തോ ആ ടയർ കുറച്ചു നേരം കളിക്കാൻ തരാൻ പറയൂ. ഇപ്പൊ കൊടുക്കാം. നീ ഇത്രയും സമയം കളിച്ചില്ലേ? ഇനി അവക്ക് കൊടുത്തേ കുറച്ചു നേരം. എവിടെ കൊണ്ട് കളഞ്ഞ്? എനിക്ക് ഇത്ര നേരം കളിച്ചോണ്ടിരിക്കണുണ്ടല്ലോ ഞാൻ. എനിക്ക് അറിഞ്ഞൂടാ ചേച്ചി. നല്ല കള്ളം പറയല്ലേ. നല്ല എടുത്തു കൊടുക്ക് കുഞ്ഞേ. നീ എവിടെ വെച്ച? നല്ല കള്ളം പറയല്ലേ. നല്ല ചേച്ചി ഇപ്പൊ വഴക്കടിക്കരുത്. രണ്ടുപേരും കൂടെ സ്നേഹത്തെ കളിക്കാൻ വേണ്ടിട്ടാണ് അമ്മാവൻ അത് അവിടുന്ന് എടുത്തോണ്ട് തന്നത്. ചെല്ല്, പോയി രണ്ടുപേരും കൂടെ കളിക്കും. അപ്പൊ നല്ല ഇത്ര നേരം കളിച്ചോണ്ടിരിക്കുന്ന ഞാൻ കണ്ടല്ലേ. നീ ഇപ്പൊ അത്രയും നേരം വരെ ഈ ഫ്രണ്ട് ഇരുന്ന് കളിച്ചല്ലേ, എന്നിട്ട് എവിടെ വെച്ചത്? എനിക്കറിഞ്ഞൂടാ. നിനക്ക് ഇത്ര ഓർമ്മയില്ലേ? നല്ല ചേച്ചി കളിച്ചിട്ട് തരാടേ. പോയി എടുത്തു കൊടുക്കതേ. പാല് കുടിച്ചിട്ട് പോയാ മതി. പാല് കുടിച്ചിട്ട് അവക്കത് കുറച്ചു നേരം കളിക്കാൻ കൊടുക്കണം. എന്നിട്ട് രണ്ടുപേരും കൂടെ സ്നേഹത്തിൽ കളിക്കണം കേട്ടോ. വഴക്കടിക്കരുത്. ഹലോ നമ്മൾ ആ വിലക്ക് എടുത്താൽ മുതലാവില്ല, അതുകൊണ്ട്. ഹലോ, എന്താ ഡാഡി? എനിക്ക് ടയർ വേണം ഡാഡി. എന്റെ തക്കിളി പോലെ ഡാഡി തിരക്കിൽ നിൽക്കണം. നിനക്ക് വേറൊരു പണിയില്ലേ? എന്തിനാ ടയർ? അതൊരു ആവശ്യം, ഒരു അത്യാവശ്യ. നമ്മുടെ ആ വിറകിട്ടക്കുന്ന സ്ഥലത്ത് ഒരു ടയർ കിടപ്പുണ്ടായിരുന്നു, അത് പോയി എടുത്തോ. അയ്യോ, അത് അത്രയും പൊട്ടി പൊളിഞ്ഞ്. അതുമല്ല, അത് കുഞ്ഞിതാ. ഒരു കാര്യം ചെയ്യാം, ഡാഡി നോക്കാം, പറ്റുമെങ്കിൽ മേടിക്കാം. നോക്കിയാ പോലെ വാങ്ങണേ ഡാഡി. മോള് വെച്ചേ, ഡാഡി മോള് വെച്ചേ, മോള് വെച്ചേ, മോള് വെക്ക്. സാറേ, അത് ഒരു കാര്യം ചെയ്യും. ഡാഡി എനിക്ക് എന്റെ ഡാഡി നല്ല ടയർ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞേ. ഈ കള്ളി, ഇപ്പൊ നീ അത് മനപ്പൂർവ്വം ഒളിച്ചു കുറച്ചല്ലേ? എന്റെ അടുത്ത് എന്താ പറഞ്ഞു? എന്നാലും നിന്റെ ചേച്ചി എടുത്തിട്ട് വേണ്ടായിരുന്നു കേട്ടാ. കുഴപ്പമില്ല, ഞാൻ ഇത് വഴി കൂടെ എന്റെ ഡാഡി വാങ്ങിച്ചെന്ന ടയർ ഉരുട്ടി കളിക്കുമ്പോ അത് പൊടിച്ചോ കണ്ടു. ആ ടയർ പൊട്ടിപ്പോടി. പിന്നെ കാണാം, നമുക്ക് നോക്കാം. അതല്ല സംഗതി. നമുക്ക് ഞാൻ പറയില്ലേ, സംഗതി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവർ പറയണ വില കൊടുത്താൽ പിന്നെ പോയില്ലേ? എന്താ കച്ചാടം? അല്ല സാറേ, അങ്ങനെ ആ വില മുതലാവൂല. അതല്ലേ ഞാൻ ഈ കാര്യം ഞാൻ പറഞ്ഞ വില പറയടേ.
ആ ശരി ശരി ടയർ വാങ്ങിച്ചില്ലേ? ഞാൻ വിളിക്കാളിയാ. എന്തോ കാര്യം ഫോൺ സംസാരിക്കാനായിട്ടില്ലേ മക്കളെ? ഞാൻ അത്യാവശ്യം എത്ര വട്ടം വിളിച്ചു ടയർ വാങ്ങി എവിടെ? ടയറല്ലതുകൊണ്ട് അവളെ ഇരിക്കണം. പിന്നെ ഇനി എന്തോന്ന് അവളെ ടയറാ? എടി ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്ന ടയറല്ലേ അത്? ഡാഡി വന്നിട്ട് കൊണ്ടുവന്നൊന്നും അല്ല, അത് അപ്പൂപ്പൻ കൊടുത്തത്. അമ്മാവൻ കൊടുത്ത ടയർ അമ്മാവ അത്? ആ ഈ അമ്മാവന് ഇത് എന്താന്ന് അമ്മാവ? ഒരു ടയർ 2 പിള്ളേരല്ല, അപ്പൊ 2 പേർക്ക് ഓരോ ടയർ വാങ്ങിച്ചു കൊടുക്കണ്ടേ? അല്ല ഒരാളിന് ടയർ കൊടുത്താൽ ഇത് എന്നെ സ്വസ്ഥത തരാതല്ലേ? ഒരു തിരക്കിൽ നിൽക്കുമ്പോൾ ടയർ എന്ന് പറഞ്ഞു. എടാ അത് വാങ്ങി കൊടുന്നതന്നല്ല, അതാ പറമ്പിൽ കിടന്നിരുന്നാണ്. ആ രാജ സാർ ആരോ വലിച്ചെറിഞ്ഞാ തോന്നുന്നു. അപ്പൊ അത് കുട്ടികൾ കളിച്ചോട്ട് വെച്ചിട്ട് ഞാൻ കഴുകി കൊടുത്തു കൊടുത്തു. അതിന് അയ്യോ നിങ്ങളിങ്ങനെ ഞാനേ ടയറിഞ്ഞ് എത്തിക്കാൻ പോലെ പറഞ്ഞു. എന്തോന്നാണ് ഈ പിള്ളേരൊക്കെ ഇങ്ങനെ വളർത്തി പാഴാക്കല്ലേ തങ്കം? മതി മതി പാളം വെക്കട്ടെ. ടയർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ നോക്കട്ടെ. ഹലോ എടാ എവിടെ? ഞാൻ നിന്റെ അടുത്ത ടയർ ഫ്രൂട്ട്സ് കടയുടെ അടുത്താ. എത്തിയോ? ഓ ഒന്ന് പെട്ടെന്ന് വാ. ഓ മതി. കുട്ടികൾ ടയറിന് തല്ലി വിടുകയാണെങ്കിൽ എന്നോടൊന്ന് പറയാറുന്നില്ലേ? ഞാനത് എവിടെന്നാലും കൊണ്ടു കൊടുത്തിരുന്നു. അതിന് ബേളം വെക്കണ്ട. ടയർ കഴിഞ്ഞ് എത്തി. എന്താ കാണിക്കണത്? ടയർ 2 പേരും കൂടെ കളിക്കണം. നല്ല പിള്ളേരിട്ടോ, കണ്ട് പഠിക്കണം രണ്ടി. നിന്റെ പ്രായമാണോ അവളുടെ പ്രായം? ചെറിയ കുട്ടിയല്ലേ? ഞാൻ കൊടുക്കൂല അവൾക്ക്. ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പുതിയ ടയർ അത് കൈ പിടിച്ചോണ്ടിരിക്കണോക്കി തുടങ്ങുമ്പോ എന്ത് ചെയ്യും? കൊള്ളാം, പിള്ളേർ ഇങ്ങനെ തന്നെ വളരണം. ചേച്ചിക്ക് കൊടുത്താടി. കണ്ട ഞാനും കൊടുക്കൂല. കൊടുക്കണ്ട, മുളച്ചു വരും. നിന്റെ പിടിവാശിയാണ്. 2 തള്ളമാരെ സ്വഭാവം മക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും കൊടുക്കും. നിങ്ങള് അളിയന്മാരെ കണ്ടുപിടിക്കും. ഇതില് ഉണ്ടംപുരി ഉണ്ട്, മുറുക്കും ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കി. ഇത് കൊടുക്കട്ടെ? എന്തോന്നടേ ഇത്? ഇതാണ് ടയർ. എന്റെ നടരാജ, ഞാൻ എന്താ നിന്നോട് പറഞ്ഞത്? നേതാവ് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അതൊക്കെ മേലെ ചെയ്തിരിക്കും. ഇതാണോ ഡാഡി ഞാൻ ഉരുട്ടേണ്ട? എന്താ എല്ലാവരുടെ മുഖം അല്ലാതിരിക്കുന്നത്? ഇത് പോരെ? ഇതിന് വലിയുള്ള ഇരിപ്പുണ്ട് ട്രാക്ടറില്ല.